നമസ്കാരം. കോഴിക്കോട് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അവൾ പറയട്ടെ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കോഴിക്കോടിന് സുപരിചിതയായ നല്ല കൈപുണ്യമുള്ള ഒരു ബിസിനസ് എന്റർപ്രനറാണ് ശ്രീമതി ലക്ഷ്മി ഗണേഷ്. നമസ്കാരം ലക്ഷ്മിച്ചി. നമസ്കാരം. ലക്ഷ്മിച്ചിന്റെ നാട് കോഴിക്കോട് തന്നെയാണോ? നാട് അച്ഛന്റെ നാട് കോഴിക്കോട്, അമ്മേന്റെ പാലക്കാട്. പിന്നെ ഇങ്ങനെ പാലക്കാടായിരുന്നോ കുറെ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ കോഴിക്കോടായിരുന്നോ സ്ഥിരമായിട്ട്? എന്താ അതേക്കുറിച്ച്? 10ാം ക്ലാസ് വരെ പഠിച്ചത് പാലക്കാട്ടിലായിരുന്നു, അമ്മേന്റെ വീട്ടില്. പിന്നെ കോഴിക്കോട്ടിലേക്ക് വന്നു, പിന്നെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു. പിന്നെ ലക്ഷ്മിജി കാറ്ററിംഗ് ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? വേറെ ജോലിക്ക് പോയിട്ടില്ല. ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ചെയ്തത് ലോട്ടറി കച്ചവടമാണ്. ലോട്ടറി കച്ചവടത്തിൻ്റെ ഒപ്പമാണ് ഈ കാറ്ററിംഗ് തുടങ്ങിയത് സൈഡായിട്ട്. അത് ഹസ്ബൻഡിൻ്റെ ബ്രദറ് ഈ കാറ്ററിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസായിട്ട്. അപ്പം അവരുടെ ഒപ്പം ചേർന്ന് ഈ കാറ്ററിംഗ് ഫീൽഡിലോട്ട് വന്നതായിരുന്നു. പിന്നെ ഈ കാറ്ററിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? കാറ്ററിംഗ് ഞാൻ തുടങ്ങി 2007 തുടങ്ങിയത്. ഇപ്പം ഏകദേശം ഒരു 16 കൊല്ലത്തിൻ്റെ അടുത്തായി കാറ്ററിംഗ് ഫീൽഡിൽ. എന്താണ് കാറ്ററിംഗ് ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർക്കും എക്സ്പീരിയൻസാണ്. ഒക്കെ ഇങ്ങനെ അടി തട്ടിയാണ് ഇത്രത്തോളം എത്തിയത്. കാരണം എല്ലാ വർക്കും നമുക്ക് പുതിയതായിരിക്കുമല്ലോ പാർട്ടിക്കാർ. അപ്പം എല്ലാ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ അനുഭവങ്ങളാണ്. എല്ലാം ഇങ്ങനെ പേടിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ അത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ഫീൽഡിൽ ഇത്രത്തോളം എത്തിയത്. ആരായിരുന്നു കാറ്ററിംഗിന്റെ ഈ സമയങ്ങളിലൊക്കെ ഉള്ള ഒരു സപ്പോർട്ടീവ് എന്നുള്ള രീതിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങിയത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. അവര് ഇങ്ങനെ സർവീസായിട്ട് തുടങ്ങിയത്. എൻ്റെ ഒപ്പം കൂടെ വരാൻ പറഞ്ഞു, മീൻസ് ആ വർക്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എസ് വെങ്കടാചലം എന്ന ബ്രദർ ഇൻ ലോൻ്റെ പേര്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗണേഷ് എന്നാണ്. ഇപ്പം ആളില്ല. അപ്പം അവരുടെ ഒപ്പം ഇങ്ങനെ പോയിട്ടാണ് പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം വീട്ടിലും സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്, പുറമേ വർക്ക് കിട്ടി അതിനും പോവാറുണ്ട്. ലക്ഷ്മിക്ക് ഈ പാചകത്തോടൊരു കമ്പം ഉണ്ടായിട്ടാണോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, അല്ലെങ്കിൽ സാഹചര്യം എത്തിപ്പെടുകയായിരുന്നോ? പഠിച്ചത് ബികോമാ, സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാ. പാചകം ഇഷ്ടമാണോ? പാചകം ഇപ്പം ഇഷ്ടമാണ്, കാരണം അതാണ് ഇപ്പോഴത്തെ വരുമാന മാർഗം. ആദ്യം പാചകം ചെയ്യുമായിരുന്നോ? പാചകം വീട്ടിലുള്ളത് ചെയ്യും. ഇപ്പം അത്യാവശ്യം ചെറുതൊക്കെ എടുക്കും, സ്വന്തമായിട്ടുള്ളതൊക്കെ. പിന്നെ കാറ്ററിംഗ് മെയിനായിട്ട് ഹാളിലൊക്കെയാണല്ലോ കിട്ടുക. അപ്പം അവിടെ പോയി ചെയ്യും. വീട്ടിൽ ഇപ്പം നാളെ ഉണ്ട് ഇഡ്ഡലി വടയൊക്കെ ഓർഡർ, അതൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യും, വീട്ടിൽ നിന്ന് തന്നെ. ഇപ്പൊ കാറ്ററിംഗ് അല്ലാതെ ഇപ്പം ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് വെച്ചുണ്ടാക്കാൻ ആ ഒരു രീതിയിലേക്കും ചെയ്യാറുണ്ടോ? ഓ, പുറമേക്കും പോവാറുണ്ട്. വയനാട്, താമരശ്ശേരി, പാലക്കാട് അങ്ങനെ വർക്ക് കിട്ടിയ വടകര ഒക്കെ പോവാറുണ്ട്. ലക്ഷ്മിജി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ കമന്റ്സ് വരാറുണ്ട് അല്ലെ, അഭിപ്രായങ്ങൾ വരാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ലക്ഷ്മിജി എടുക്കുന്നത്? ഇതിപ്പോ ഈ ഫീൽഡ് തുടങ്ങിയിട്ട് 10-15 കൊല്ലായി. പക്ഷെ ഇപ്പോഴും ഇതൊരു പേടിയല്ല. ഇപ്പൊ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ പാർട്ടി ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ കഴിയണം എന്നുള്ള, അത് കഴിയണവരെ ടെൻഷനാണ്. ഇപ്പൊ അതേ പാർട്ടി പിന്നെയും വിളിച്ചാലും അത് അയാളുടെ സെക്കൻഡ് ഓർഡറാണ്. അപ്പൊ തേർഡ് ഓർഡർ കിട്ടണമെങ്കിൽ ആ സെക്കൻഡ് ആദ്യം നന്നാവണം. അങ്ങനെയല്ലേ അടുത്ത കിട്ടുക. അപ്പൊ ഇതിങ്ങനെ ഈ ഫീൽഡ് എന്നും ടെൻഷനാ. മീൻസ് ഇത് ചെയ്യണിടത്തോളം നല്ല ടെൻഷൻ പിടിച്ച ഫീൽഡാണ്. പിന്നെ ഏതൊരു ഫീൽഡും എല്ലാവർക്കും അവരവരുടെ ജോലിയിൽ ടെൻഷൻ ഉണ്ടാവും. ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വേവണം, പായസത്തിൽ മധുരം, ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവണം. ഇതൊക്കെ എത്ര ചെക്ക് ചെയ്ത് വിട്ടാലും ഓരോ 10 പേര് ഒരു ട്രിപ്പിൽ ഉണ്ണുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഫുഡിൽ, അല്ലേ? അപ്പൊ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് വേണം ഇത് മുന്നോട്ട് പോവാൻ. മാക്സിമം ദൈവത്തിന്റെ സപ്പോർട്ടുള്ള കാരണം ഈ ഫീൽഡിൽ ഇങ്ങനെ ഇത്രയും കൊല്ലം പിടിച്ചു വെക്കുന്നുണ്ട്. ലക്ഷ്മിജി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ലക്ഷ്മിജിന്റെ കയ്യിൽ നിന്ന് എടുത്തിടാറുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ സദ്യയാണ് കൊടുക്കാറ്. ഇപ്പൊ ആൾക്കാർ ഇഡ്ഡലി വട ചോദിക്കും. ഇപ്പൊ രാത്രിക്ക് ചിലപ്പം ചപ്പാത്തി, ഗീ റൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. സദ്യ മാത്രല്ലാതെ മോർണിംഗ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്? ഡെയിലി ഇല്ല. ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 30 നമ്പേഴ്സ് എങ്കിലും വേണം. കാരണം ഇപ്പത്തെ പച്ചക്കറീന്റെ വിലയ്ക്കും ആൾക്കാരുടെ ഹെൽപ്പേഴ്സിന്റെ കൂലി, പിന്നെ ഈ പാത്രം തേക്കാൻ വരുന്ന എല്ലാവർക്കും ഇപ്പൊ നല്ല കൂലിയാ. അപ്പൊ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പം മിനിമം ഒരു 30 ഒക്കെ ആണെങ്കിൽ
എടുക്കാറുണ്ട്. ഡെയിലി വർക്കല്ല, 30ൻ്റെ ഓർഡർ ആണെങ്കിൽ 30 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയത് ഇപ്പം ലക്ഷ്മിച്ചി പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ഫീൽഡിലേക്ക് അത് ബാധിച്ചിരുന്നോ, ലക്ഷ്മിച്ചിനെ ബാധിച്ചിരുന്നോ? അങ്ങനെ ബാധിച്ചിരുന്നോ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. കാരണം ഇങ്ങനെ ഇതിപ്പോൾ റോളിംഗ് ആണല്ലോ, മീൻസ് അതിങ്ങനെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തൊന്നും ഇല്ല. കാരണം ആവശ്യക്കാർ ചിലപ്പം ഒരിക്കൽ വാങ്ങിയവരായിരിക്കും, അപ്പോൾ അവരുടെ അടുത്ത് ഇതൊന്നും പറയാൻ പറ്റൂല. നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഫുഡ് കൊടുക്കുക, അത്രയേ ഉള്ളൂ, വില കയറിയാലും. ഇപ്പൊ ഒരാൾ ഓർഡർ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെ ഏൽപ്പിക്കുക. അപ്പം ഏറ്റവും വില കുറവ് എവിടെയാണോ അവിടെ ഏൽപ്പിക്കും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ലക്ഷ്മിക്ക് ഏതെങ്കിലും ഓർഡറുകളൊക്കെ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടോ? അങ്ങനെയില്ല. തളിയിൽ തന്നെ ഇപ്പം 5-6 പേരുണ്ട്, 5 പേര് എന്തായാലും ഉണ്ട് തളിയിൽ തന്നെ, ഞങ്ങളുടെ അതേ ഏരിയയിൽ തന്നെ. അപ്പൊ ഇത് ലക്കാണ് ശരിക്കും. ഇപ്പൊ എല്ലാവരുടെ അടുത്തും പോയിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നത്, അല്ല എൻ്റെ അടുത്ത് മാത്രമായിട്ടാണോ വരുന്നതെന്നും അറിയില്ല. നമ്മളൊരു റേറ്റ് പറയും, അതിലൊരു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പാർട്ടിക്കാർ നമ്മുടെ തന്നെ നിൽക്കും. ചിലപ്പം വില വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി എന്നും വരാം. പക്ഷെ സ്ഥിരം തരുന്നവര് സ്ഥിരം എന്തായാലും ഞങ്ങളുടെ തന്നെ തന്നിട്ടുള്ളൂ ഇതുവരെ. അപ്പൊ അവര് റേറ്റ് ഒന്നും നോക്കാറില്ല. അതെ. ലക്ഷ്മിച്ചി ഇങ്ങനെ ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവിടെ സ്ഥലങ്ങളിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിൽ നിന്നും ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത്? അപ്പൊ 2 കൊല്ലം മുമ്പ് സാമൂതിരി രാജാവിന്റെ പിറന്നാളുടെ ഓർഡർ കിട്ടി. അത് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. മീൻസ് ആ ഓർഡറൊക്കെ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. മീൻസ് അടുത്ത് തന്നെയാണ്, മീൻസ് നമ്മുടെ വീടും അടുത്താണ്. പക്ഷെ ഇത്രയും പേരുള്ളപ്പം എൻ്റെ അടുത്ത് നിന്ന് ആ ഓർഡർ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയൊരു കിട്ടലായിരുന്നു അത്. പിന്നെ കുറേ ഈ ഫീൽഡ് ഇതിൽ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി അവിടെ പോയിട്ട്. മീൻസ് അവരുടെ സാമൂതിരി രാജാവിൻ്റെ അവിടെ പോയപ്പം കുറേ പേരായിട്ട് രാജാവിനെ നേരിട്ട് കാണാൻ പറ്റി. എല്ലാം കൊണ്ട് നല്ലൊരു ഭാഗ്യമായിരുന്നു ആ ഇത്. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് തുടങ്ങി തന്നത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. ഇപ്പം 2 കൊല്ലം മുമ്പായിരുന്നു ബ്രദർ ഇൻ ലോൻ്റെ ഒരു 84th ബർത്ത്ഡേ. അപ്പം അവരുടെ മക്കള് ആ ഓർഡർ എനിക്ക് തന്നെയാണ് തന്നത്. ഇപ്പം ബ്രദർ ഇൻ ലോ സ്ഥലത്തില്ല, മക്കളുടെ ഒപ്പം പൂന ബറോഡ പറഞ്ഞ അവിടെയാണ്. പക്ഷെ എന്നാലും കൂടി ഈ സമൂഹ മഠത്തിൽ വെച്ചിട്ടായിരുന്നു അവരുടെ പിറന്നാൾ കഴിഞ്ഞത്. ആ ഓർഡർ കൂടി മക്കൾ എനിക്ക് തന്നെയാണ് തന്നത്. അപ്പൊ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എല്ലാം കൂടി ഒത്തുകൂടി ഒന്നാമത് എന്താ പറയാ, എനിക്ക് തുടങ്ങി തന്ന ആള് തന്നെ എനിക്ക് തന്നെ ഓർഡർ പിന്നെ തന്നു. അതെ അതെ. പിന്നെ ലക്ഷ്മിച്ചിന്റെ ഫാമിലി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളുണ്ട്, മകളുടെ പേര് സ്നേഹ എന്നാണ്. ഭർത്താവ് 2016 മരിച്ചുപോയി. ചന്ദ്രികയിലായിരുന്നു വർക്ക് ചെയ്യണത്. ഈ ഡിസംബറിലായിരുന്നു 2024 മകളുടെ കല്യാണം കഴിഞ്ഞത്. മരുമകൻ്റെ പേര് രാജീവ് എന്നാണ്. ഇപ്പം 2 പേരും കോതമംഗലത്തിൽ സെറ്റിൽഡ് ആണ്. മകൾ HDFC ബാങ്കിലാണ് വർക്ക് ചെയ്യണത്, മരുമോൻ കാഡ്ബറീസിലാണ് വർക്ക് ചെയ്യണത്. അവരവിടെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഈ കാറ്ററിംഗ് ഫീൽഡിലേക്ക് വന്ന സമയത്ത് ഹെൽപ്പിന് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോഴൊക്കെ ഒരു ഹെൽപ്പിന് അതായത് ഇതിന്റെ താഴെയായിട്ട് കുറെ ജോലിക്കാരുണ്ടോ ലക്ഷ്മിജിക്ക്? എങ്ങനെയാണ് അത്? ഇത് ഞാൻ തുടങ്ങിയപ്പം ഉള്ള ഹെൽപ്പേഴ്സ് എന്നെ ഇപ്പോഴും ഹെൽപ്പ് ചെയ്യണത്. ഈ ഫീൽഡ് ഞാൻ തുടങ്ങിയപ്പോൾ ആരാ ഉള്ളത്, അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഒപ്പം ഉള്ളത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. കാരണം ഹെൽപ്പേഴ്സ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല, മുമ്പോട്ട് പോവില്ല. അപ്പം അവരൊക്കെ തന്നെയാണ് ഇപ്പം, ഹസ്ബൻഡ് ഇല്ലെങ്കിലും മോളില്ലെങ്കിലും വിളിച്ച അവരൊക്കെ എത്തും. മോള് നല്ല ഹെൽപ്പായിരുന്നു എനിക്ക്. നല്ല ഹെൽപ്പ് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല, അത്ര വലിയ ഹെൽപ്പാ മോള് ചെയ്തു തന്നിട്ടുള്ളത്. ഇപ്പോഴും തന്നെ വലിയ ഓർഡറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മകളുടെ അടുത്തൊന്ന് വരാൻ പറഞ്ഞാൽ മകളും മരുമോനും ഒന്ന് സഹായിച്ചു തരും. ഇപ്പൊ ഓണത്തിനും വിഷുവിനൊക്കെ കിറ്റുണ്ട്, അങ്ങനെ 5 തൊട്ടിട്ടുള്ള കിറ്റാ. 5, 8, 10, 20 എത്ര വേണമെങ്കിലും കൊടുക്കും അങ്ങനെ. അപ്പം അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ മോളും മരുമോനും ഇപ്പോൾ വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമേയും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എൻ്റെ കസിൻസ് തന്നെ വരാറുണ്ട്. ഇപ്പം അവരൊക്കെ 5-6 കൊല്ലമായിട്ട് അവരൊക്കെ സ്ഥിരം വരുന്നതാ. 2-3 പേരൊക്കെ സ്ഥിരം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിലത്തെ എല്ലാ തിരക്കും നീക്കി വെച്ചിട്ടാണ്. കാരണം ഇത് രാവിലെ ഒരു 7 മണിക്ക് പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു 2 മണി വരെ ഇങ്ങനെ കിറ്റ് കൊടുക്കലുണ്ടാവും.
അപ്പൊ അത് ഈ വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഒരാൾ മെനക്കെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത് സദ്യ പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ഐറ്റം എടുക്കണം. ഒന്ന് വിട്ടുപോയാൽ അപ്പൊ ഫോൺ വരും, അയ്യോ നിങ്ങൾ അത് വെക്കാൻ മറന്നല്ലോ. നമ്മുടെ ഈ ബുദ്ധിമുട്ടൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ ഏൽപ്പിക്കുന്നവർ 5 ചോറ് ഏൽപ്പിക്കും, അവർക്ക് അന്നത്തെ പണി കഴിഞ്ഞു, അവർക്ക് പിന്നെ ടി വിയും കണ്ടിരിക്കുക. ഈ ഏൽപ്പിക്കുന്നവർക്ക്, ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇത്രയും ഐറ്റംസ് എടുക്കണം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാ. അതിലൊന്നും മറന്നുപോയാൽ പോയി, ഒട്ടന്നെ ഫോണാ, ഇത് വെക്കാൻ മറന്നു, അത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ പക്ക എന്താ പറയാ, നല്ലൊരു വർക്ക്, എന്താ നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല. പിന്നെ നമ്മൾ നല്ലൊരു ടീം വർക്കാ. അപ്പൊ നമുക്കും അവരായിട്ടൊരു സെറ്റപ്പ്, ഒരു വൈബ് വർക്കൗട്ട് ആവണം, അവർക്കും അങ്ങനെ തന്നെ. ഇത് അവരും അവരുടെ വീട്ടിലത്തെ പണി അന്ന് നീക്കി വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഞാൻ വരുന്നവരടുത്ത് പ്രത്യേകം പറയും, പുതിയതൊന്നും ഇടണ്ട, ഓണം വിഷു ആണ് പറഞ്ഞിട്ട്. കാരണം ഫുൾ സാമ്പാർ രസമൊക്കെ ആയിട്ടാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതിലാവും. അപ്പം അതിനൊക്കെ നല്ല ഹെൽപ്പിങ്ങാ. ഇപ്പൊ ഭർത്താവ് മരിച്ച ശേഷം, ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2016 മരിച്ചത്. അതിന് ശേഷം എൻ്റെ നാത്തൂൻ്റെ മോളുണ്ട് ശോഭ, അതേപോലെ എൻ്റെ അനിയത്തി ഉണ്ട് ശീതൾ. ഇവരൊക്കെ അവിടെ മസ്റ്റാ. അത് അവർക്കറിയാം, നമ്മളെ വിളിക്കും. അപ്പൊ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറയും വിളിക്കണം എന്ന്. അപ്പൊ അവരും വർക്കിന് വന്നു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ടീം വർക്കാണ് അവിടെ. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന മസാലകള് ഒക്കെ പാക്കറ്റ് ആയിട്ടാണോ മേടിക്കുക, അല്ലെങ്കിൽ പൊടിപ്പിച്ചിട്ടാണോ മേടിക്കാറ്? പൊടിപ്പിച്ച് പാക്കറ്റ് വാങ്ങാറില്ല. മീൻസ് സാമ്പാറിനൊക്കെ ഉള്ള തലേദിവസം മല്ലി മുളകൊക്കെ വറുത്തിട്ട് തന്നെ ഉണ്ടാക്കല്, രസത്തിനായാലും. അല്ലാതെ ഈ പാക്കറ്റ് പരിപാടി ഇല്ല. മീൻസ് അപ്പം ഫ്രഷ് ആയിട്ട് ചെയ്യണ തന്നെയാണ് ഇത്രയും വരെ ചെയ്തിട്ടുള്ളൂ, യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ പച്ചക്കറികളൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമോ? പച്ചക്കറികളൊക്കെ ഓർഡർ അനുസരിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങും. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ലക്ഷ്മിയേച്ചിന്റെ വീട്ടിൽ തന്നെയാണോ? പ്രത്യേക സ്പേസ് ഇതിനില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യണത്. വീട്ടിലൊരു 10-300 പേര് വരെയുള്ളതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. പിന്നെയൊക്കെ പരിപാടിയൊക്കെ കിട്ടണ ഹാളിലായിരിക്കും. അപ്പോൾ ഹാളിൽ പോയി ചെയ്യും. വീട്ടിൽ എന്ത് സൗകര്യം ഉണ്ടോ ആ സൗകര്യത്തിൽ ഇത്രയും വരെ ചെയ്ത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പോവുക. കാരണം വീട് തളിയിൽ തന്നെയാണ്, അച്ഛൻ്റെ വീടാണ്, അവിടെ തന്നെയാണ് ഈ വർക്ക് കൊണ്ടുപോകുന്നത്. ലക്ഷ്മിയേച്ചി ഇത്രയും കൊല്ലം ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലക്ഷ്മിയേച്ചിക്ക് ഓർഡർ വരുന്നത്? ഓരോരുത്തർ കഴിച്ച് അതിന്റെ അഭിപ്രായം പറഞ്ഞ്, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ഓരോരുത്തർ അറിഞ്ഞിട്ടാണോ, എങ്ങനെയാണ് ഈ ഓർഡർ വരുന്നത്? നല്ലൊരു കുഴക്കണ ഒരു ചോദ്യം ചോദിച്ചിരിക്കണം. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ തൃപ്തിപ്പെടുത്തി ഈ ഫീൽഡിൽ പോവാന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നാവ് പറയുന്ന ഒരു സംഭവം ഭയങ്കരമാണ്. അതിനെ തൃപ്തിപ്പെടുത്താൻ അത്ര പറ്റൂല. കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിന്റെ ഫ്ലേവർ അല്ലേ, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ പൊതു എന്നൊരു അഭിപ്രായം വരുമല്ലോ, അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും നമ്മുടെ അടുത്ത് വരുന്നതാണ് അല്ലേ. പിന്നെ ചിലവർ തന്നെ പറയും ലക്ഷ്മിനെ വിളിച്ചോ, നല്ല ഫുഡാ. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, വെൻ പറഞ്ഞിട്ട്. അതില് അവര് ഇങ്ങനെ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ പറയും അടുത്ത പ്രാവശ്യം ലക്ഷ്മീൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചാൽ മതി ഓണസദ്യ. അതെനിക്ക് ഭയങ്കര ഒരു ക്രെഡിറ്റാ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഓർമ്മപ്പെടുത്തൊന്നും വേണ്ട, ഓണായിക്കഴിഞ്ഞാൽ ഓരെന്നെ ഇങ്ങോട്ട് വിളിച്ചോളൂ. കാരണം അത് എൻ്റെ ഭക്ഷണത്തിൻ്റെ അടുത്തുള്ള അവരുടെ ഇഷ്ടം കാരണമാണ് അവരത് ഏൽപ്പിക്കണത് അല്ലേ. അപ്പൊ ആ ടീമിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ പറയും, റെക്കമെൻഡ് ചെയ്യും, ലക്ഷ്മീനെ വിളിക്കും, ലക്ഷ്മീൻ്റെ അടുത്ത് പായസം ചോദിക്കാം. ആ ഒരു ആൾക്കാരുടെ പിൻബലത്തിലാണ്. പിന്നെ കൊടുക്കണ ഫുഡ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടാവും അല്ലേ. ഇല്ലേ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റെഡിയാക്കാൻ മീൻസ് അത് എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കും. ചിലപ്പോൾ പറയുമല്ലോ കുറച്ചുകൂടി ഇതാ ഉപ്പാവായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കും. കാരണം അവർ പറയുമ്പോഴാണ് ഞങ്ങൾ മാറ്റം വരുത്തുക ഇല്ലേ. ആരും പെർഫെക്റ്റ് അല്ല ഒരു ഫീൽഡിലും അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മാറണം.
അപ്പൊ നിങ്ങൾ പറയുമ്പം ഞങ്ങൾ മീൻസ് ചിലപ്പോൾ പറയും ഒന്നുകൂടി ചോറ് വേവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്തേൽ അത് ഒന്നുകൂടി ശ്രദ്ധിക്കും അല്ലേ. പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. കാരണം ഇത് അത്ര കഷ്ടപ്പെട്ട് വന്നതാണ് ഈ ഫീൽഡിൽ. അപ്പം എന്താ പറയാ, പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഇഡ്ഡലിയൊക്കെ അവർ തൊടുമ്പോൾ തന്നെ സോഫ്റ്റ് ഇല്ലെങ്കിൽ അവർ പിന്നെ അടുത്ത പ്രാവശ്യം തരൂല അല്ലേ. അതേപോലെ ചട്നി ആയാലും സാമ്പാറായാലും വടയായാലും നല്ല ക്രിസ്പി ആയിട്ട് വേണം പറയും. നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും അല്ലേ. പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാനേ നോക്കുള്ളൂ. ലക്ഷ്മിച്ചി കാറ്ററിംഗ് ഫീൽഡിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ലോട്ടറി കച്ചവടം? അതായത് ലേഡീസ് ഒക്കെ അധികം അങ്ങനെ പോവാത്ത, കടന്നു ചെല്ലാത്തൊരു മേഖലയാണല്ലോ ലോട്ടറി. പക്ഷെ ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തിയത്? ലോട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യാണ്. നാളെ എന്നാണ് ഈ ഭാഗ്യം വരിക നമുക്ക് പറയാൻ പറ്റൂല. എൻ്റെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ അച്ഛൻ കോട്ടപ്പറമ്പ് ആസ്പത്രിന്റെ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ ലോട്ടറി ബിസിനസ് ഉണ്ടായിരുന്നു അച്ഛന്. അപ്പം ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമല്ലോ. അപ്പം എനിക്കും തോന്നി അതേ ലോട്ടറി, അച്ഛൻ്റെ അതേ ഫീൽഡ്, അച്ഛൻ കൊണ്ട് നടത്തിയ അതേ ഇത് നമുക്കും ഇവിടെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ലോട്ടറി തുടങ്ങിയത്. പക്ഷെ അതിൽ എനിക്കൊരു ഇതും തോന്നിയില്ല. മീൻസ് ടിക്കറ്റ് 2:30 ആകുമ്പോഴാണ് അന്നത്തെ ലോട്ട് തീരേണ്ടത്. ഡെയിലി ടിക്കറ്റ് ഉണ്ടാവും. ഞാൻ 7 ദിവസവും ടിക്കറ്റ് ഉണ്ടാവും. അപ്പം എന്താ, എല്ലാ ദിവസവും 2:30 ആകുമ്പോഴേക്കാണ് ടിക്കറ്റ് തീർക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വാങ്ങൂലല്ലോ ടിക്കറ്റ്. അപ്പൊ ഡെയിലി 2:30 വരെ ഇങ്ങനെ നോക്കിയിരിക്കണം, ആരെയും കിട്ടും. ഈ ടിക്കറ്റ് ചിലപ്പോൾ 4-5 എണ്ണം ബാക്കി വരും. 5 എണ്ണം ബാക്കി വന്നാൽ നമുക്ക് 200 രൂപ നഷ്ടമാണ്. ഇല്ലേ, അത്ര ഭാഗ്യം വേണം ഇന്ന് ലോട്ടറി മീൻസ് പൈസ കിട്ടാൻ ഇല്ലേ. അപ്പൊ എന്താ, ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ ഊണ് കഴിക്കാൻ പോകുള്ളൂ. ചിലപ്പോൾ ഈ റോട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കും, ആരെ കിട്ടും. ഈ 5 എണ്ണം വിറ്റ് തീർക്കണ്ടേ. ചിലപ്പം ബ്രദർ ഇൻ ലോന്റെ അടുത്ത് തന്നെ പോകും. പുറത്തേക്ക് ഇറങ്ങൂല. ലാസ്റ്റ് ഏകരക്ഷ ബ്രദർ ഇൻ ലോ ആണ്. മുകളിലാണ് ബ്രദർ ഇൻ ലോന്റെ ഷോപ്പിലാണ് ഞാൻ ഈ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റാഫിന്റെ അടുത്ത് പറയും, ഒന്ന് ഏട്ടനെ പോയി കണ്ടിട്ട് പോവാം. അപ്പൊ ചിലപ്പം ചീത്ത പറയും, ചിലപ്പോൾ 2 എണ്ണം എടുക്കും. ബാക്കി 3 എണ്ണം എങ്ങനെ തീർത്തിട്ട് ഞാൻ അങ്ങനെ നഷ്ടത്തിൽ എത്തിയിട്ടില്ല. ലോട്ടറി ഭാഗ്യമില്ലെങ്കിലും നഷ്ടം കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെയെങ്കിലൊക്കെ തീർക്കും. അതിൽ എനിക്ക് ലോട്ടറി വിറ്റതിൽ എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. ലക്ഷ്മിച്ചി ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രമാത്രം പിടിച്ചു നിൽക്കും, ഇത്ര ഉയരങ്ങളിൽ എത്തും എന്നൊന്നും ലക്ഷ്മിച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്ര വലിയ ഉയരത്തിയൊന്നും എനിക്കറിയില്ല. എന്നാലും മോളെ നോക്കി കെട്ടിച്ചു വിട്ടു, ഇതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. സ്വന്തം അതിന് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം കാലിൽ നിൽക്കുക എന്നും അഭിമാനം കേട്ടോ, ആരായാലും. കാരണം അതൊരു ഭയങ്കര ഒരു ധൈര്യം തരും. നമ്മളുടെ കയ്യില്, നമ്മളുടെ അടുത്ത് ഇപ്പൊ ഏറ്റവും വലിയ കുടുക്കം എന്താ പറയുക, ജിപേ. എല്ലാരും പരിപാടി കഴിഞ്ഞാൽ ജിപേയാ, കയ്യില് ക്യാഷ് വരുന്നില്ല. അപ്പൊ ചില പാർട്ടീന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറയും ക്യാഷ് വേണം. ആ ക്യാഷ് കാണുമ്പോ ഒരു സന്തോഷാണ്. ജിപേ ബാങ്കിലല്ലേ കിടക്കുള്ളൂ, കൈ കിട്ടൂല. ഇത് വൈകുന്നേരം കാണുമ്പം അതൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആരായാലും എന്തേ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വന്തമായിട്ടൊരു വരുമാനം. എല്ലാം വലിയ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും വീട്ടിലെ കാര്യങ്ങൾ, എന്നാലും സ്വന്തമായിട്ട് അധ്വാനിക്കണ ഒരു കാശിനെന്നും വിലയുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ കേസില് ഭർത്താവും ഇല്ല. ഇപ്പൊ ഹെൽപ്പൊക്കെ ചെയ്യുമായിരിക്കും ആര് വേണമെങ്കിലും, പക്ഷെ അതൊന്നും ഒരു സ്ഥിര ഹെൽപ്പല്ല. ഒരു എമർജൻസിക്ക് എന്തെങ്കിലും ചെയ്യും, അല്ലാതെ നമുക്ക് എന്നും ഒരാളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല ഒരു ഹെൽപ്പും. അപ്പൊ നമ്മൾ നമ്മളുടെ കാലിൽ നിൽക്കണ തന്നെയാണ്. മീൻസ് കുഴപ്പമില്ലാത്തോളത്തോളം വണ്ടി ഓട്ടിക്കുക എന്നാണ് പ്രാർത്ഥന. കാരണം നമുക്ക് ദേഹത്തിന് ദൈവം ശക്തി തരണം. ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി എത്രത്തോളം പോവോ അത്രത്തോളം ഓട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി ഇനി ദൈവത്തിന്റെ കയ്യിൽ. ലക്ഷ്മിജിക്ക് ഈ കാറ്ററിംഗ് ഫീൽഡിൽ ഇനിയും ശോഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു അതിഥിയുമായി നമുക്ക് ഇനിയും കാണാം. നന്ദി.